സ്റ്റിക്കി നോട്ടിൽ 75 വരെയൊക്കെ എഴുതി നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ഇത് ഞാൻ ആക്ച്വലി കഴിഞ്ഞ വട്ടം എഴുതി വെച്ചതാണ് കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ മൊത്തം മാറ്റേണ്ടി വരാഞ്ഞതുകൊണ്ട് ഈ വീഡിയോ തന്നെ കുത്തിക്കയറ്റുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വട്ടം തെറ്റിപ്പോയതെല്ലാം പറിച്ചിളഞ്ഞ് നമുക്ക് ഐശ്വര്യമായിട്ട് പുതിയ ഇതിൽ തുടങ്ങാം. എൻ്റെ പൊക്കമില്ലായ്മയുടെ എല്ലാ കുറവും ഞാനിവിടെ അറിഞ്ഞു കേട്ടോ. ഭയങ്കര മെനക്കേടായിരുന്നു ഈ മാനത്ത് കൊണ്ട് ഒറ്റുകയാൻ. ഞാൻ എല്ലാ ലോകവും കണ്ടു. ജീവിതം അടുത്തുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഫ്രിഡ്ജ് ഞാൻ മൊത്തം കാലിയാക്കി ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മേടിച്ച് വെച്ചു. പിന്നെ അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചാൽ മതി. ഞാൻ മീൽ പ്ലാനിങ് ഓൾറെഡി ചെയ്തത് കാരണം കറക്റ്റ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. മീൽ പ്ലാനിങ് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. ആവശ്യത്തിലധികം സാധനം മേടിച്ച് വെറുതെ കളയണ്ടല്ലോ അറ്റ് ദി എൻഡ്. പിന്നെ ഇതോണത്തിനൊക്കെ പുട്ട് കച്ചവടം എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഒരാൾക്ക് തന്ന പൈനാപ്പിളിനൊക്കെ എന്ത് ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് വിഷൻ ബോർഡ് പോലെ എന്ന് പറയാം. ഞാൻ കുറച്ചുകൂടെ ഗോൾ സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റീവ് സൈഡിലേക്കും അതുപോലെ ഫിസിക്കൽ സൈഡിലേക്കും എനിക്ക് വേണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി ഒരു കൊളാഷ് പോലെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ഇന്ന് തന്നെ വന്നു. എന്നാൽ പിന്നെ അതും അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു നിമിത്തം. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് സാധനങ്ങളും എല്ലാം അലക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അലക്കി പെറുക്കി വന്നു. ആൻഡ് ഈ ബെഡ്ഷീറ്റ് അലക്കലും പിടിക്കലുമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മൊത്തം ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യം. ബെഡ്ഷീറ്റ് ഓക്കെ, ഡുവേ കവർ എൻ്റെ അമ്മ, ഈ സാധനവും ഞാനും കൂടെ കാണിക്കുന്ന ഗുസ്തി ഉണ്ടല്ലോ, ഇഷ്ടമല്ല എനിക്കിത്. ഇഷ്ടമല്ല, പൊട്ട സാധനം. ഞാനാണെങ്കിൽ എനിക്കൊരാൾ വേണം, അല്ലെങ്കിൽ 2-3 പേര് വേണം ഇത് ചെയ്യാൻ. ജീവിതത്തിൽ ഏത് ജോലിയാണ് വേറെ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ, ലൈക്ക് വേറെ ആരെങ്കിലും നമുക്ക് ചെയ്ത് തരണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ 2 കൈ നീട്ടി ഇതങ്ങ് കൊടുക്കും, ചെയ്തോ. ഞാനാണെങ്കിൽ ഇതിൻ്റെ തുമ്പ് കണ്ടുപിടിക്കാനും വാല് കണ്ടുപിടിക്കാനും സൈഡ് കണ്ടുപിടിക്കാനും ഒക്കെ കിടന്ന് മെനക്കെടുണ്ട്. ഈ സാധനം ചെയ്യാൻ ഞാൻ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. ഇത് എളുപ്പമായിട്ട് ചെയ്യാനറിയുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സത്യമായിട്ടും പറ്റാത്തതുകൊണ്ടാണ്. ഞാനാണെങ്കിൽ ഇതിനകത്ത് വരെ കയറിയിരുന്ന കഥകളി കളിച്ചു ഇതിനകത്ത് ഈ സാധനം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. എന്തോ ഒരു സമയം പോകുന്നു ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനെന്ത് വെയിറ്റാ. ഇഷ്ടമല്ല എനിക്ക് ഈ സാധനം അലക്കാൻ. പിന്നെ ഈ റൂം മൊത്തത്തിലുള്ള ബാക്കി ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. വേസ്റ്റ് എല്ലാം വാരിക്കളഞ്ഞു, റൂം വാക്യൂമൊക്കെ ചെയ്തു, റൂമിലെല്ലാ പൊടിയും തൂത്ത് തുടച്ച് വൃത്തിയാക്കി, ബുക്കുകളെല്ലാം അടുക്കി വെച്ചു, സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചു. എല്ലാം മൊത്തത്തിൽ തൂത്തുമിനിക്ക് എങ്ങോട്ട് നോക്കിയാലും ഇവിടെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് തോന്നുന്ന വൃത്തിയാക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇത്തവണത്തെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടാർഗറ്റ്. ഒരു സാധനം പോലും ഒന്നും മാറ്റി വെക്കാൻ പാടില്ല, അതായിരുന്നു മോട്ടോ. അത് കുറച്ചധികം സമയമെടുത്തു, കാരണം അത്രയും ഡീപ്പായിട്ട് പോയത് കാരണം എനിക്ക് ഷിഫ്റ്റിനും പോകാനുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഷിഫ്റ്റിന് പോയി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം എന്ന പ്ലാനിങ്ങിൽ ഇതോടെ ഞാൻ പണിക്ക് പോയി. ഇത് കഴിഞ്ഞത് ഇതിപ്പോൾ വന്നപ്പോഴേക്കും രാത്രിയായി. നോക്കൂ, യൂണിഫോം കണ്ടു എൻ്റെ. ഇതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. എല്ലാ ആഴ്ചയും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം എഴുതി മടക്കി അതിനകത്ത് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. പിന്നെ ഈ സാധനം എൻ്റെ അല്ല കേട്ടോ, എൻ്റെ അനിയത്തിയുടെ. അവളും വായിക്കാറില്ല, ഞാനും വായിക്കാറില്ല. പിന്നെ ഒരു ഭംഗിക്ക് അത് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തിയിടാവുന്നൊരു പോയിന്റ്. കാരണം ഓരോ സാധനം ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ വെച്ച് അങ്ങനെയാണ് ഈ ഏരിയ വൃത്തിയിടാവുന്നത്. സോ ഇത് കുറച്ചധികം ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ വൃത്തിയിടാകുമ്പോഴാണ് ഈ റൂമേ വൃത്തിയിടാൻ നമുക്ക് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ സമാധാനമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതെൻ്റെ വചനപ്പെട്ടി. ഇതിനകത്ത് എനിക്ക് എന്നും കിട്ടുന്ന വചനം ഏതറിയോ? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരാകുവിൻ. അതിൽ 3 ഞാൻ എടുത്ത് കളഞ്ഞു, എന്നാലും എനിക്ക് എന്നും കിട്ടും. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരാകുവിൻ. മടുത്തു ഞാൻ അതിനെ കൊണ്ട്. അപ്പം എൻ്റെ ട്രാക്കറിലേക്ക് നമുക്ക് പോകാം ഇനി. അപ്പം എൻ്റെ ട്രാക്കർ നോഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ട്രാക്കർ. കണ്ടു. ടുഡേയ്സ് ഡേറ്റ് 13 മെയ് 14 മെയ് 28-ാം തീയതിയാണ് നമ്മൾ ചാലഞ്ച് കഴിയുന്നത്. 2.5 മാസമുണ്ട്. സോ നമ്മളിവിടെ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കണ്ടു 17, 33. ഇങ്ങനെ നമുക്കനുസരിച്ച് പ്രോഗ്രസ് കയറും, വിച്ച് വിൽ ഗിവ് അസ് ദി മോട്ടിവേഷൻ ടു ഗോ ഓൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടോ 100%. സോ എനിക്കിഷ്ടപ്പെട്ടു മൊത്തത്തിൽ. ഇത് കൊള്ളാം, നല്ലൊരു സെറ്റപ്പാണ്. ഇത് ഞാൻ റാൻഡമായിട്ട് കൊല്ലം തുടങ്ങിയപ്പോൾ മേടിച്ച് വെച്ചൊരു വീക്ക്ലി പ്ലാനാണ്. പക്ഷെ ഞാൻ വീക്ക്ലി ഒന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് ഈ ബുക്ക് ഇവിടെ ഇരിപ്പുണ്ടായി. അത് നമുക്കിപ്പോൾ ഉപകാരപ്പെട്ടു. ഇതാണ് നമ്മുടെ മീൽ പ്ലാനർ. ഞാൻ അടുത്ത ഞായറാഴ്ചത്തേക്ക് പറ്റിയുള്ള മീൽസ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു കില്ലാടി തന്നെ കണ്ടോ. അപ്പോൾ അതങ്ങനെ. എനിക്കൊന്നും ഓർമ്മയില്ല.